അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച. രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഏവർക്കും ഡെയിലി ന്യൂസിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകൾ ഉണ്ടായിരിക്കുന്നതല്ല. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുമെന്നും ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. മൂന്നാമത്തെ വലിയ സമ്പദ് ശക്തിയായി ഇന്ത്യ മാറുന്നുവെന്നും കർഷകർ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയെന്നും നാരീശക്തി ഇന്ത്യയുടെ സമ്പത്താണെന്നും പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തുകയാണെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. അതിനുശേഷം ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കർഷകർ, സ്ത്രീകൾ, ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരടക്കം 6000 പേർ ഇത്തവണ ചടങ്ങുകൾക്ക് വിശിഷ്ടാതിഥികളായി എത്തും. വിവിധ സംസ്ഥാനങ്ങളിലെ 2000-ഓളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിക്കും. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും രാജ്യ തലസ്ഥാനത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. വയനാട് ദുരന്തത്തിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിച്ചത് ഉരുൾപൊട്ടലിനിടെയുണ്ടായ ഡാമിംഗ് ഇഫക്റ്റ് അഥവാ അണക്കെട്ട് പ്രതിഭാസമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ നിഗമനം. മുണ്ടക്കൈ, ചുരൽമല മേഖലയിൽ 3 ഉരുൾപൊട്ടലുകളാണ് രാത്രി 12:45 മുതൽ പുലർച്ചെ വരെ ഉണ്ടായത്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുവന്ന ഭീമൻ പാറക്കെട്ടുകളും മരത്തടികളും അടിഞ്ഞുകൂടി പുഞ്ചിരിമട്ടത്തോട് ചേർന്ന് അണക്കെട്ട് പോലെ രൂപപ്പെട്ടു. മണിക്കൂറുകൾക്കുള്ളിലുണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഈ അണയും തകർന്നതോടെ ഉരുളിന്റെ പ്രഹരശേഷി വർദ്ധിച്ചുവെന്നാണ് നിഗമനം. പരമാവധി 1.5 കിലോമീറ്റർ ദൂരം ഒഴുകിയെത്തി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ട ഉരുൾപൊട്ടലിന്റെ പ്രഹരശേഷി ഡാമിംഗ് ഇഫക്റ്റ് മൂലം 7 കിലോമീറ്ററിലധികം വ്യാപിച്ചു. വയനാട് ദുരന്തത്തെ തുടർന്ന് 10 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രദേശത്ത് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തഭൂമിയിൽ സന്ദർശകർ എത്തരുതെന്നും കർശന നിയന്ത്രണം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര ധനസഹായമായി 379 പേർക്ക് 10,000 രൂപ വീതം കൊടുത്തു. ബാക്കിയുള്ളവർക്ക് വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ 2 ദിവസം കൂടി തെരച്ചിൽ തുടരുമെന്നും DNA ക്രോസ് മാച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ വീണ്ടും ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തി. ലോറിയിൽ മരത്തടികൾ കെട്ടാനുപയോഗിച്ച കയറും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. നേവിയുടെ തെരച്ചിലാണ് നിർണായക കണ്ടെത്തൽ. പുതുതായി ലോറിയുടെ ഗിയറിന്റെ ഭാഗമാണെന്ന് കരുതുന്ന ലോഹങ്ങളാണ് കണ്ടെത്തിയത്. ഇത് അർജുന്റെ ലോറിയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ സീരിയൽ നമ്പർ ഉൾപ്പെടെ പരിശോധിക്കണം. ഇതിനായി ഭാരത് ബെൻസ് കമ്പനിക്ക് ലോഹഭാഗങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. കർണാടകയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടി തെരച്ചിലിനായി ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനം. തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഡ്രഡ്ജർ എത്തിക്കുന്നതിനായി 50 ലക്ഷം രൂപ ചെലവ് വരും. 22 ലക്ഷം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെലവ്. ജലമാർഗത്തിലായിരിക്കും ഡ്രഡ്ജർ എത്തിക്കുകയെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനിച്ചു. അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിന് ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാർവാർ MLA സതീഷ് സൈൽ പറയുന്നത് എന്തെന്ന് അറിയില്ലെന്ന് മന്ത്രി പി പ്രസാദ്. ഡ്രഡ്ജർ എത്തിക്കാൻ കേരളം ആദ്യമേ സന്നദ്ധത അറിയിച്ചിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ബന്ധപ്പെട്ട ആളുകൾ അവിടെ ചെന്നിരുന്നു. പക്ഷേ പുഴയുടെ ആഴവും ഒഴുക്കും തടസ്സമായിരുന്നു. ആഴമുള്ള സ്ഥലത്ത് ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ നിർണായക തെളിവ് ലഭിച്ചെന്ന് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ. ഇന്നലത്തെ തെരച്ചിലിൽ കയറടക്കം കണ്ടെത്തിയതിനാൽ അർജുന്റെ ലോറി പുഴയ്ക്കടിയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായെന്നും അവർ വിവരിച്ചു. ഡ്രഡ്ജർ എത്തുന്നതുവരെ ഡൈവർമാർ തെരച്ചിൽ നടത്തുമെന്നും ഡ്രഡ്ജർ എത്തിയ ശേഷം തെരച്ചിൽ ഏതു തരത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കുമെന്നും കളക്ടർ വിവരിച്ചു. volley, volley.
ഈ ഓണം 100-ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ഓണത്തിനോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. ഓണത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ അവശ്യ സാധനങ്ങളുടെ വില നിലവാരം ചർച്ച ചെയ്ത മന്ത്രി വിവിധ വകുപ്പുകൾ സ്വീകരിച്ചിട്ടുള്ള നടപടികളും വിലയിരുത്തി. കാഫിർ വിഷയവുമായി ബന്ധപ്പെട്ട് KK ശൈലജ മാപ്പ് പറയണമെന്ന് ഹൈബി ഈഡൻ MP. KSU കാലം മുതൽ ഒരുമിച്ച് നടന്നവനാണ് ഷാഫി പറമ്പിലെന്നും എനിക്കറിയാവുന്ന ഷാഫിയെ വടകരയ്ക്കറിയാമെന്നും വർഗീയ പ്രചരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശൈലജയ്ക്ക് കഴിയില്ലെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. വടകരയിലെ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണനെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി. റിബേഷ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്നും വർഗീയ പ്രചാരണം നടത്തിയ അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ പരാതി നൽകിയിരിക്കുന്നത്. കാഫിർ പോസ്റ്റ് വിവാദത്തിൽ DYFI നേതാക്കൾക്ക് എതിരെ തെറ്റായ പ്രചാരണം സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടക്കുകയാണെന്നും ഇത്തരം കള്ളപ്രചാരണം തള്ളിക്കളയണമെന്നും DYFI. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും DYFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് IPS തലപ്പത്ത് മാറ്റം. 2 കമ്മീഷണർമാരെയും 7 ജില്ലാ പോലീസ് മേധാവിമാരെയും മാറ്റി. കോഴിക്കോട് റൂറൽ, കാസർഗോഡ്, കണ്ണൂർ റൂറൽ, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, വയനാട് SP-മാരെയാണ് മാറ്റിയത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇനി മുതൽ IPS ഉദ്യോഗസ്ഥരായ 2 DCP-മാർ ഉണ്ടാകും. കാഫിർ കേസ് അന്വേഷിച്ചു വരുന്ന കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാറിനെ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത്. കോഴിക്കോട് കമ്മീഷണർ രാജ്പാൽ മീണയാണ് പുതിയ കണ്ണൂർ DIG. വയനാട് SP-ആയ T നാരായണനെ കോഴിക്കോട് കമ്മീഷണറാക്കി. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് അറസ്റ്റ് വാറണ്ട്. കമ്പനി നിയമങ്ങൾ പാലിച്ചല്ല NSS പ്രവർത്തിക്കുന്നതെന്ന പരാതിയിലാണ് അറസ്റ്റ് വാറണ്ട് ലഭിച്ചിരിക്കുന്നത്. കമ്പനി നിയമലംഘന കേസുകൾ പരിഗണിക്കുന്ന എറണാകുളത്തെ കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. NSS മുൻ ഡയറക്ടർ ബോർഡംഗം ഡോക്ടർ വിനോദ് കുമാറാണ് പരാതിക്കാരൻ. പലതവണ നോട്ടീസ് അയച്ചിട്ടും സുകുമാരൻ നായർ ഹാജരായിരുന്നില്ല. അതുകൊണ്ടാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നേക്കുമെന്ന് KSEBയുടെ മുന്നറിയിപ്പ്. പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയിൽ അപ്രതീക്ഷിത കുറവ് വന്നതിനാൽ വൈദ്യുതി പരിമിതി കണക്കിലെടുത്താണ് തീരുമാനം. വൈകുന്നേരം 7 മണി മുതൽ രാത്രി 11 മണി വരെ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്നും KSEB ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജാർഖണ്ഡിലെ മൈത്തോൺ വൈദ്യുത നിലയത്തിലെ ഒരു ജനറേറ്റർ തകരാറിലായതാണ് ഇപ്പോഴത്തെ പ്രധാന കാരണമായി KSEB പറയുന്നത്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 3 മലയാളികളാണ് മെഡലിന് അർഹരായത്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് GSO പ്രദീപ് കുമാർ ശ്രീനിവാസൻ, CBI SPI സേവനമനുഷ്ഠിക്കുന്ന K പ്രദീപ് കുമാർ, ദില്ലി പോലീസ് SI ഷാജഹാൻ S എന്നിവരാണ് പോലീസ് മെഡലിന് അർഹരായ മലയാളികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സേനാ മെഡലുകൾ പ്രഖ്യാപിച്ചു. 3 സൈനികർക്കും ഒരു ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനുമാണ് കീർത്തി ചക്ര നൽകി രാജ്യം ആദരിക്കുന്നത്. 18 സൈനികർക്കാണ് ശൗര്യചക്ര പ്രഖ്യാപിച്ചത്. ഇതിൽ 4 പേർക്ക് മരണാനന്തര ബഹുമതിയായി ശൗര്യചക്ര നൽകും. കരസേനയിൽ നിന്ന് 63 പേർക്ക് ധീരതയ്ക്കുള്ള സേനാ മെഡലുകളും നൽകി രാജ്യം ആദരിക്കും. 11 പേർക്കാണ് നാവികസേനയുടെ ധീരതയ്ക്കുള്ള മെഡൽ ലഭിച്ചത്. മലയാളിയായ ക്യാപ്റ്റൻ ബ്രിജേഷ് നമ്പ്യാർ ധീരതയ്ക്കുള്ള നാവികസേന മെഡലിന് അർഹനായി. വ്യോമസേന അംഗങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള മെഡലുകളും പ്രഖ്യാപിച്ചു. 2 പേർക്ക് ശൗര്യചക്രയും 6 പേർക്ക് ധീരതയ്ക്കുള്ള വായുസേന മെഡലുകൾ നൽകി രാജ്യം ആദരിക്കും. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10 ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗ്വിയെ തെലങ്കാനയിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അംഗീകാരത്തോടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് സിംഗ്വിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഖുശ്ബു സുന്ദർ രാജിവെച്ചു. 1.5 വർഷം കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് രാജി. എന്നാൽ BJP-യിൽ തുടരുമെന്നും രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നും ഖുശ്ബു പറഞ്ഞു. അതേസമയം പാർട്ടി പുതിയ പദവികൾ ഒന്നും വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും വനിതാ കമ്മീഷനിൽ പ്രവർത്തിച്ചപ്പോൾ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെന്നും ഖുശ്ബു പറഞ്ഞു.
ആർജിക്കാർ സർക്കാർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായതായി പെൺകുട്ടിയുടെ കുടുംബം. ഡോക്ടറുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ബീജത്തിന്റെ അളവ് ഒന്നിലധികം പേരുടെ ഇടപെടൽ സൂചിപ്പിക്കുന്നുവെന്ന് മാതാപിതാക്കൾ കൊൽക്കത്ത ഹൈക്കോടതിയെ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സുപ്രധാന കണ്ടെത്തൽ കോടതിക്ക് മുമ്പിൽ ഉന്നയിച്ചാണ് മകൾ കൂട്ടബലാത്സംഗത്തിനിരയായെന്ന സംശയം ഡോക്ടറുടെ ബന്ധുക്കൾ പ്രകടിപ്പിച്ചത്. മൃതദേഹത്തിൽ നിന്ന് 150 മില്ലിഗ്രാം ബീജം ലഭിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ഇത്രയും അളവുള്ളതിനാൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ പങ്ക് സംശയിക്കുന്നുവെന്നാണ് ഹർജിയിലുള്ളത്. കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതിഷേധത്തിൽ താനും പങ്കുചേരുമെന്ന് തൃണമൂൽ കോൺഗ്രസ് MP സുഖേന്ദു ശേഖർ റേ. തനിക്കും മകളും കൊച്ചുമകളുമുണ്ട്. സ്ത്രീകൾക്കെതിരായ ക്രൂരത ഒരുമിച്ച് ചെറുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുവ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നീതി ഉറപ്പാക്കുന്നതിന് പകരം പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ഗൌരവതരമാണെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ നീക്കം ആശുപത്രിയെയും പ്രാദേശിക ഭരണകൂടത്തെയും കുറിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് പറഞ്ഞ രാഹുൽ, മെഡിക്കൽ കോളേജ് പോലൊരു സ്ഥലത്ത് ഡോക്ടർമാർ സുരക്ഷിതരല്ലെങ്കിൽ പിന്നെ എങ്ങനെ രക്ഷിതാക്കൾക്ക് അവരുടെ പെൺമക്കളെ പഠനത്തിന് പുറത്തുവിടാൻ കഴിയുമെന്നും ചോദിച്ചു. എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ കക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് നയിക്കുന്ന പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ രാഹുൽ നേരിട്ട് ആരോപണമുന്നയിച്ചില്ല. കൊൽക്കത്തയിൽ സർക്കാർ ഉടമസ്ഥയിലുള്ള ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ CPM-ഉം BJP-യും വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുമെന്നും CBI-യുമായി സഹകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മങ്കി പോക്സ് അതിതീവ്രമായി പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദനോം ഗബ്രിയേസസ്. ഈ വർഷം ഇതുവരെ 10,000-കണക്കിന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മങ്കി പോക്സ് അഥവാ എംപോക്സ് കാരണം 500-ലേറെ മരണവും റിപ്പോർട്ട് ചെയ്തതായാണ് കണക്ക്. കോങ്കോയിലാണ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കിയത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തുടങ്ങിയ എംപോക്സ് ഇപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യമുള്ളതിനാലാണ് ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ കൈവിട്ട് കായിക തർക്ക പരിഹാര കോടതിയും. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ 100 ഗ്രാം ഭാരക്കൂടുതലിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടതിനെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി തള്ളി. ഇതോടെ വെള്ളി മെഡലെങ്കിലും നേടാമെന്ന വിനേഷിന്റെയും ഇന്ത്യയുടെയും സ്വപ്നം പൊലിഞ്ഞു. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിലെ മോശം പ്രകടനത്തിന് പിന്നിൽ ഇന്ത്യൻ ഗുസ്തി താരങ്ങളുടെ സമരവും കാരണമായിട്ടുണ്ടെന്ന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് സഞ്ജയ് സിംഗ്. ഇന്ത്യൻ ഗുസ്തി മേഖലയുടെ തന്നെ സമാധാനം കളഞ്ഞ സമരനിമിത്തം പാരീസിൽ ഇന്ത്യക്ക് ഉറപ്പായിരുന്ന കുറഞ്ഞത് 6 മെഡലുകളെങ്കിലും നഷ്ടമായെന്നും സഞ്ജയ് സിംഗ് കുറ്റപ്പെടുത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.